വാട്സ്ആപ്പ് ഗായ്സ്, വെള്ള റൈഡ്സിന്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി സൈക്കിൾ റൈഡ് പാർട്ട് 4. അപ്പോൾ ഗായ്സ് നമുക്ക് പുതിയ വീട്ടിലേക്ക് പോകാം. ബ്ലൂം 3 പേരിൽ ഞാനാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ പുതിയതായിട്ട് ടാർ ചെയ്ത് റോഡ് സെറ്റപ്പ് ആക്കി. ഗായ്സ് കാണിച്ചു തരാം. നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പാർട്ടിൽ നമ്മുടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പം നമ്മുടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി, റോഡൊക്കെ സൂപ്പറാക്കി. ഇപ്പോൾ ഇനി സൈഡിൽ കൂടെ സിമെൻറ്റിൻ്റെ ഇത് കൊണ്ട് വിരിച്ചാൽ മതി കേട്ടോ. സിമെൻറ്റ് ഇട്ടാൽ മതി, കോൺക്രീറ്റ് ചെയ്ത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സൈക്കിളും കൊണ്ട് റൈഡ് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചിലപ്പം ആ വഴി കൂടെ ആയിരിക്കും പോണത്. ആ വഴി കൂടെ മെയിൻ റോഡ് അവിടെ വരെ പോയിട്ട് നമ്മൾ വരും. ഗൈസ്, ഇവൻ നമ്മുടെ പുതിയതാട്ടോ, കെവിൻ. ഇവൻ എഡ്വിൻ്റെ കസിനാട്ടോ. അത് നമ്മുടെ എഡ്വിൻ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പഴയ വ്ളോഗിൽ പോകണം, ആദ്യത്തെ വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഓടിക്കാൻ പോണേ. ഇത് ഈ പുള്ളിക്കാരൻ ഇത് ഓടിക്കും, ഞാൻ ഇതായിട്ട് ഓടിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് പുതിയ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാനാണ് ഇത് ഓടിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് റൈഡിൽ കാണാം. നമുക്ക് ഇന്ന് റൈഡിൻ്റെ പരിപാടിക്ക് പോകാം. നമ്മളിവിടെ നിന്ന് എടുക്കുകയാണ് സൈക്കിള്. നമ്മൾ ചിലപ്പം ആ ഒരു കുരിശുപള്ളി വരെ പോണത്, കാരണം ഇവൻ ആദ്യത്തെ വ്ളോഗാണ് ഇവന് ഞാനും കൂടി ആദ്യമായിട്ടാണ്. മറ്റവനൊക്കെ തിരക്കാണ്. അപ്പോൾ നമ്മളിന്ന് എന്തുവാ സോറി നീ പറ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ചെറുക്കൻ്റെ സൈക്കിള് വീട് കാണിച്ചു തരാം. വേണ്ട, അതൊന്നും വേണ്ട. അപ്പോൾ ഗായ്സ്, എനിക്ക് കൈ കുളിച്ചില്ല, ഞാൻ ചവിട്ടില്ല. ശബ്ദത്തിൽ പറ. ഞാൻ മറന്നു പറയണ്ടായിരുന്നു. ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കോ. അപ്പം എന്തുവാ ഇത് പാടാട്ടോ വീഡിയോ എടുത്തോണ്ട് സൈക്കിൾ ചെയ്യാൻ. മറ്റവനൊക്കെയാണ് എൻ്റെ ബ്രദറല്ലായിരുന്നു. ഈ ഇവനെൻ്റെ ആദ്യത്തെ കസിനാട്ടോ. ഇവിടെ ചെറുതായിട്ട് സൂക്ഷിക്കണം. ഇപ്പൊ വെക്കേഷൻ കേസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഏത് കമ്പനിയുടെ സൈക്കിൾ ഉണ്ടെന്നൊക്കെ പറയണുണ്ടോ? വെക്കേഷനായിട്ട് നിങ്ങളുടെ എന്താ പരിപാടി എന്നൊക്കെ പറയണുണ്ടോ? വെക്കേഷനായിട്ട് എന്താ പരിപാടി എന്നൊക്കെ പറ. ഇടിച്ചിട്ട് ഒച്ചനെ പറടാ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വെക്കേഷൻ വൈബ് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് ഗൈസ്, ഞാനൊരു പുതിയ സൈക്കിൾ വാങ്ങണമെന്ന് ആലോചിക്കുന്നുണ്ട്, പക്ഷെ പപ്പ സമ്മതിക്കുന്നില്ല. എനിക്കറിയില്ലേ, നിങ്ങൾ നല്ലൊരു സൈക്കിള് കമ്പനി ബിലോ 20,000 എന്ന് പറയണം കേട്ടോ. ഏതാ നല്ല സൈക്കിളുള്ളതെന്ന്. ഗൈസ്, അപ്പോൾ ഞാൻ കെവിൻ്റെ കൈ കൊടുക്കണേ. കെവിൻ, നീ പറഞ്ഞോ. എനിക്കാണ് ക്യാമറ വന്നേക്കണേ, ഞാൻ ഓടിക്കാം. മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുമോ? പയ്യെ ഓടിക്കട്ടോ, പയ്യെ. ഞാൻ തന്നെ ഓടിക്കാം. വേണ്ട. അപ്പോൾ ഗൈസ്, എനിക്ക് പിടിക്കാനൊക്കെ അറിയാട്ടോ, വൈബല്ലേ. എൻ്റെ പേര് ഞാൻ ഒന്നും കൂടിയും പറയാം, കെവിൻ എന്നാണ്. അയ്യോ, പശു തീർന്നു. പശു കേട്ടോ, പശു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള വീഡിയോ പോസ്റ്റ് ചെയ്ത. അപ്പോൾ നമ്മൾ നേരെ പോയപ്പോൾ ഒരു പശു വട്ടം ചാടിയിട്ടുണ്ട്. പശുവിനെ ഓടിച്ചു കൊണ്ടോ. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഗൈസ്, പശുവിനെ വട്ടം കയറാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് കാണാം. നമ്മളെ പശുവിനെ കവിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ.
അപ്പോൾ ഗായ്സ് ഇവിടെ ആ അപ്പോൾ നമ്മൾ പശുവിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടോ ഇവിടുത്തെ പാടത്ത് വെച്ചിട്ട് കുട്ടികളൊക്കെ കളിക്കണം കേട്ടോ. അവർ ഫുള്ളും ആവേശത്തിലാട്ടോ കളിക്കണത്. യെസ് ഗായ്സ് ഫുൾ വെക്കേഷൻ. ആ പശു കേട്ടോ വട്ടം ചാടിയത് നമ്മുടെ അടുത്ത് വട്ടം വെച്ചത് അല്ലേടാ. ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല, അത് സൈക്കിൾ റൈഡ് മാത്രമേ ഉള്ളൂ. യെസ് വി ആർ റൈഡേഴ്സ്, ഗോസ്റ്റ് റൈഡേഴ്സ്. ഫുട്ബോളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഫുട്ബോളൊന്നും കളിക്കാറില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാ. ഒന്ന് പോടാ. ഒരു ഐസ്ക്രീം വണ്ടിയാണ്, എനിക്ക് തിന്നണമെന്നുണ്ട്, പക്ഷെ 50 രൂപയില്ല, പോക്കറ്റ് മണി നെയ്യേ. 6 മണിക്ക് പള്ളിയണി അടിക്കാനാണ് കേട്ടോ. ഇപ്പം എത്ര മണിയാണെന്ന് അറിയില്ലല്ലേ. നേരത്തെ കണ്ട കുരിശുപള്ളിയില്ലേ, 6 മണിക്ക് പള്ളിമണി അടിക്കണമെന്നും അതിന് മുമ്പ് ഈ കുരിശുപള്ളിയില്ലേ ആ ഒരു പിങ്ക് കളർ, നിങ്ങൾ 2ാമത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ആ പിങ്ക് പള്ളി, അവിടെ നമ്മളിപ്പോൾ പോവുകയാണ്. ഇപ്പം ബൈ. എത്രയായി? അത് ഇച്ചിരി കൂടെ അങ്ങ് പോയാൽ മതി, അങ്ങോട്ട് പോയാൽ മതി. മെയിൻ റോട്ടിലൊന്നും പോകുന്നില്ല ഗൈസ്, അവിടെ മേലെ സ്റ്റോപ്പായി എത്താറത്. ഇവിടെ നിന്ന് ഈ ഒരു വളം കൂടി തീർന്ന് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവന് സൈക്കിൾ കൊടുക്കണം ഗൈസ്. ഞങ്ങളുടെ സൈക്കിളിന് ഒരു പ്രശ്നം പറ്റി, എന്ന് വെച്ചാൽ ടയറും റിമ്മും വിട്ടുപോയി. അപ്പോൾ അതും കൂടി ശരിയാക്കാനുണ്ട്. എന്നിട്ട് ശരിയാക്കില്ല അത്. ഞങ്ങളുടെ സൈക്കിളോ റാലിയാ വെയിറ്റ്. ഗൈസ് പുറകെ കൂടെ ഒരു വണ്ടി വരുന്നു. ഗൈസ് ഈ കാണുന്നതാണ് ആ കുരിശുള്ളി. ഈ കാണുന്നതാണ് ആ കുരിശുള്ളി. നേരത്തെ പിങ്ക് ആയിരുന്നു ഇതിൻ്റെ കളറ്, അപ്പോൾ അത് വന്നിപ്പോൾ വൈറ്റായി. സോറി കേട്ടോ. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് വളയ്ക്കാം. വാ. കുരിശുപള്ളി എത്തിയിരിക്കുന്നു, ഇതേ കാണിച്ചു കൊടുക്കും. അതാണ് കുരിശുപള്ളി ഗൈസ്. ഇപ്പോൾ ഓർത്ത് കുരിശുപള്ളി എത്തിയിട്ട് തിരിച്ചിട്ട് നമ്മൾ നേരെ ആ കുരിശുപള്ളി പോകണം. നിങ്ങൾക്ക് ആ കുരിശുപള്ളി മണി അടിക്കണ കാണണമെങ്കിൽ കാണിക്കാം, പറ്റുവാണെങ്കിൽ കാണിക്കാം ഗൈസ്. ബാ ഗൈസ്, നമ്മൾ വളച്ച് തിരിച്ചു പോവുകയാണ്. പയ്യാണ് പോണേ ഗൈസ്, ഫോൺ പോയാൽ പണിയാണ്. അപ്പോൾ ഇച്ചിരി പാടാണ് കേട്ടോ. നമ്മൾ പറപ്പിച്ചല്ല, പതിക്കാണ് പോണേ. നിങ്ങൾക്ക് പറപ്പിച്ച് പോണ പോലെ തോന്നണേണ്. വണ്ടിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. ഇനി ഒരു വെള്ളിക്കാട്ട് ചെറിയൊരു കയറ്റമുണ്ട് ഗൈസ്, കയറ്റം കൂടി എത്തണം. അപ്പോൾ ഗൈസ് ഫോൺ ബേസിൽ എന്ന് പറയുന്ന ഒരുത്തിന് കൊടുക്കുകയാണ്. ബേസിൽ ബ്രോ. അപ്പോൾ തിരിച്ചു പോവുകയാണ്. ഈ സ്റ്റൈൽ റൈഡർ ടാറ്റയുടെ കമ്പനിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അറിയില്ല. യെസ് പള്ളിയിൽ നിൽക്കണം, കാണിച്ചു തരാം. അതിന് മുമ്പ് വീട്ടിൽ നിന്ന് കീ എടുക്കണം. പുറകിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഞാനൊരു പുതിയ സൈക്കിൾ മേടിച്ചു, മോണ്ട്ര ഓട്ടോറിക്ഷ കമ്പനിയുടെ അതെങ്ങനെ സൈക്കിള്? സൂപ്പർ സൈക്കിൾ അത്. അത് സെക്കൻഡ് ഹാൻഡ് ആട്ടോ ഗൈസ്. സസ്പെൻഷൻ ഇച്ചിരി നല്ല സസ്പെൻഷനാ, സെക്കൻഡ് ഹാൻഡ് ആട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ഹാൻഡ് ആണെങ്കിൽ സൂപ്പറായിരുന്നു. ഞാൻ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഫസ്റ്റ് ഹാൻഡിലെ ഈ സസ്പെൻഷൻ ഇല്ലടക്കവനെ, അത് നല്ല സസ്പെൻഷനാ മോണ്ടർ. പക്ഷെ ആ സെക്കൻഡ് ഹാൻഡ് എന്തുകൊണ്ട് സസ്പെൻഷൻ ഇച്ചിരി തുരുമ്പ് കയറി തോന്നുന്നു അല്ലേ. പക്ഷെ നല്ല സസ്പെൻഷൻ ആട്ടോ, ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നല്ലേ. നമ്മൾ പാതി എത്തിയിരിക്കുന്നു. അവൻ്റെ വീട് തുറയും. നമ്മൾ
ഞാൻ ഓടിച്ച സൈക്കിളില്ലേ ആ സൈക്കിള് അവന് കൊടുത്തു. അപ്പോൾ കൊടുത്തിട്ട് അവൻ സന്തോഷിച്ച് ചിരിച്ച് എന്തൊക്കെ പാട്ടി ചുമ്മാ ഇരുന്ന് ചായ കുടിച്ച് ഞങ്ങൾ പോരുന്നു. ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങൾ പള്ളിമണി അടിക്കണ കാണിച്ചു തരാം. അപ്പം മണി അടിക്കണ വീഡിയോ എടുക്കാൻ പാടുള്ളൂ. പറ്റുമോ? പിന്നെ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലായിരിക്കും. ഞാൻ ബാക്കിൽ ഒരു സൈക്കിളുള്ള അതാ. ഈ പുള്ളിക്കാരൻ മടുത്തു. ഞാൻ മടുത്തൊന്നുമില്ലേ എടാ. മറ്റേ സ്റ്റൈ റൈഡർ സത്യം പറഞ്ഞൊരു കൊച്ചിൻ്റെ ഞങ്ങളുടെ റാലിക്ക് ആ റിമ്മ ഒടിഞ്ഞ പ്രശ്നമായി. പുള്ളിക്കാരൻ്റെ തല മാത്രമാണെന്നുള്ളൂ. ആർക്കാ ടാറ്റ കൊടുക്കണം? എത്ര മണിയാടാ അറിയോ? അവിടുത്തെ ഒരു അങ്കിള് ധൈര്യ അങ്കിള് എങ്ങാണ്ട് മണി അടിക്കാം ഞാൻ തോന്നുന്നു. മണി അടിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എൻഡിങ് ആവാറായി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പള്ളിമണി അടിച്ചത് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവനാണ് വീഡിയോ എടുത്തത്. ഞാൻ നന്നായിട്ട് വീഡിയോ എടുക്കും. വീഡിയോഗ്രാഫറാ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ്. പാർട്ട് 5 ഏതെങ്കിലും ദിവസം വരും അല്ലേ? ഈ പ്രാവശ്യം എല്ലാവരും ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ഉറപ്പ്. പിന്നെ ഇവന്റെ ചേട്ടൻ വന്നില്ല കേട്ടോ. ഇവൻ VBS വന്നതാ. ഞാൻ VBS ചുമ്മാ വന്നു. VBS കഴിഞ്ഞിപ്പോ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ച 12:30-ക്കാണ് VBS കഴിഞ്ഞത്. പള്ളിയിലെ കുട്ടികൾ തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുഴപ്പമില്ല. ആ VBSൽ നമുക്ക് പാട്ട് പഠിക്കാം, എല്ലാം പഠിക്കാം. അതൊക്കെ സൂപ്പറാണ്. പിന്നെ ബിരിയാണി കിട്ടും, എല്ലാം കിട്ടും. അപ്പം ഞങ്ങൾ ഒരു മാമോദിസയ്ക്ക് പോയായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരൻ പോയില്ല. നിങ്ങളല്ലേ വിളിച്ചേ? ഞങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വരണമായിരുന്നു. തീറ്റ പിന്നെ അതിൻ്റെ ഞാൻ പള്ളിയിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ ഫുള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് ഞാൻ വിളിച്ചു. തള്ളാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് സബ്സ്ക്രൈബ്. ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. പ്ലീസ് അടുത്ത വീഡിയോ കാണുന്നവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്താലാണ് പാർട്ട് 5 ഒക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ.